ഞങ്ങളുടെ ബൈക്കിൻ്റെ ബാക്കിൽ വന്ന് ഇടിക്കുകയും പാസ്റ്റർ ഒരു സൈഡിലോട്ട് വീണു, മുകളിലോട്ട് ബൈക്ക് വീണു. ഞാൻ ഈ വന്ന ട്രക്കിൻ്റെ അടിയിലോട്ട് വീഴുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് പാസ്റ്റർ ആൾക്കാരെല്ലാം പാസ്റ്ററിനെ ബൈക്ക് മാറ്റിയിട്ട് പിടിച്ച് ഉയർത്തി പാസ്റ്ററിനെ പിടിക്കാൻ വരുന്നു. പാസ്റ്റർ ഓടി വരുന്നതിന് മുമ്പേ ഞാൻ ബൈക്കിൽ ട്രക്കിൻ്റെ അടിയിൽ നിന്ന് കൈകൾ രണ്ടും ബാക്കിലോട്ട് തറയിൽ മുട്ടിച്ചിട്ട് തലയുയർത്തി എഴുന്നേക്കാൻ ശ്രമിക്കവേ ഈ ട്രക്കിൻ്റെ വീൽ എൻ്റെ ദേഹത്ത് മുഴുവനും കയറി ഇറങ്ങുന്ന ഒരവസ്ഥ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം എന്തോ സംഭവിച്ചു, എന്താ സംഭവിച്ചതെന്നും എനിക്കറിയുന്നില്ല. തലയിൽ ഹെൽമെറ്റ് ഉള്ളിരുന്നത് കൊണ്ട് ആ ഹെൽമെറ്റ് രണ്ടായിട്ട് പൊട്ടിക്കീറി എൻ്റെ കൈകൾ ഇത്രയും അനക്കാം, രണ്ട് കൈകളും അനക്കാം, തലയും അനക്കാം, ബാക്കിയെല്ലാം ചലം മറ്റതുപോലെ തീർന്നു. എൻ്റെ അടുത്ത് നിന്ന് കുറേ ആൾക്കാർ ഓടിക്കടന്നു വന്ന് ഈ ട്രക്കിൽ നിന്ന് അടിയിൽ നിന്ന് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ പറഞ്ഞു, രക്തം കുളിച്ച് കിടക്കുന്ന എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഈ സഹോദരി മരിച്ചുപോയി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരുടെ കാതുകൾ അത് കേട്ടു. പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ ഞാൻ വീണ്ടും ഈ വാക്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയപ്പെട്ടവരെ, ആദ്യം മുതൽ ഈ സംഭവം നടന്നു അവസാന നിമിഷം വരെ എൻ്റെ ഈ വാക്കുകൾ, പ്രത്യേകിച്ച് ഒരു നിരാശയുടെ പ്രയാസത്തിൻ്റെ ഒന്നും ചിന്തകൾ കടന്നു വരുന്നില്ല. എനിക്ക് തോന്നുന്നു അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഈ വാക്യം മാത്രം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് എന്നിൽ ഒരു പ്രത്യേക ഒരു ശക്തി എന്നിൽ പകരുവാൻ ഇടയായി തീർന്നു. അത് ആ ബലത്തോട് മാത്രമാണ് ഞാൻ അന്നിരുന്നു. ആ സീനറി കണ്ടായിരുന്നെങ്കിൽ ആരും ജീവനോടെ നിരിക്കുമോ, ആയുസോടെ അത് നേരിട്ട് കണ്ട് സ്വന്തം ശരീരത്തിൽ ആ കണ്ട അവസ്ഥ കണ്ടാൽ ജീവനോട് ഇരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ദൈവം എന്നെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി. പെട്ടെന്ന് വളരെ സ്പീഡിൽ ആംബുലൻസ് വരുന്നു, ഞങ്ങളെ കയറ്റി. പാസ്റ്റർ ആൻ്റെ ഇടയിൽ ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിപ്പിക്കുന്നു. ഒരു മോളെ എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. പേടിച്ച് വിറച്ച് എന്തോ ഒരു മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഗുരുതര കണ്ടിട്ടില്ലാത്ത മുഖമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി ഗുരുതര അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ ഈ വാക്യം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു ഫീലിംഗ് തോന്നി. കാരണം മരിക്കില്ല എന്ന് പറയുമ്പോൾ മരിക്കത്തക്ക അവസ്ഥയിൽ ഞാൻ കടന്നു പോകുന്നു എന്നൊരു തോന്നൽ എനിക്ക് കാണുവാനിടയായി. പെട്ടെന്ന് ഞാൻ വീണ്ടും ഈ വാക്യം തന്നെ പറയാനിടയായി തീർന്നു. ഞാൻ മരിക്കില്ല, യഹോവയുടെ അത്ഭുത പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും എന്ന് വീണ്ടും അത് പറയാനിടയായി തീർന്നു. വളരെ സ്പീഡിൽ അരമണിക്കൂറിൽ തന്നെ 40 കിലോമീറ്റർ ദൂരമുണ്ട്. അരമണിക്കൂറിൽ തന്നെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കയ്യിൽ ട്രിപ്പ് ഇടുന്നു, ഒരു കയ്യിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ പേഷ്യൻസിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അവസ്ഥയിൽ കൂടെ എൻ്റെ ശരീരത്ത് ഒരു പേഷ്യൻ്റ് നെയിം അല്ലെങ്കിൽ ബിന്ദു വെൻസൺ എന്നുള്ള പേഷ്യൻ്റ് നെയിമിൽ ഒരു ചീട്ടെടുത്ത് ഹോസ്പിറ്റലിൽ കയറുന്ന എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഈ 1 വർഷം 3 മാസത്തിന് മുന്നേ വരെ വൈകിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഡെലിവറി ടൈം മാത്രമേ ഞാൻ പോയിട്ടുള്ളായിരുന്നു. അന്ന് മാത്രമേ 2 പേര് ഹോസ്പിറ്റലിൽ ഞാൻ കയറിയിട്ടുള്ളൂ.